ബൈബിളിലും ഖുറാനിലും സർക്കാർ ഭഗവത്ഗീതയിൽ വെച്ചിട്ടുണ്ട് മദ്യം വ്യഭിചാരം ചൂതാട്ടം തെറ്റാണ്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? കഞ്ചാവിനെ ലഹരിയാക്കി സർക്കാരല്ലേന്ന് ഇജാതി ന്യായീകരണമൊക്കെ. വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുപോകാം കേട്ടോ. മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 ശബരിമല അയ്യപ്പനുണ്ട് മറ്റു കാര്യങ്ങളും ഹാഷ് ഓയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണ്ടി അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് വിശപ്പ് നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം തന്നില്ല. സാറിന് സംശയം ഉണ്ട് ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടൻ ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നതല്ലേ വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണല്ലോ സൈലന്റാന്ന് പറയത്തില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ. ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിലേ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ പേര്. മദ്യം നേരെ തിരിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ് തെറ്റ്. ഞാൻ ഈ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഒരു സംഭവമല്ല. നേരെ മറിച്ച് ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ഇയാളുടെ ലൊക്കേഷനൊക്കെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷിച്ച് ഇയാൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലൊരു നാട്ടിൻപുറത്തെ ഗ്രാമത്തിൽ വിറ്റഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണിത്. ഇത് പല പ്രാവശ്യമായി ഇയാൾ പല കേസുകളിലും പ്രതിയാണ്, ഉണ്ടാക്കി പ്രതിയാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശക്തമായിട്ടുള്ള സർക്കാരിന്റെ ഡീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകും. ഓക്കെ താങ്ക് യു. നല്ല അടിപൊളി ന്യായീകരണം. അവൻ ഏതായാലും നന്നായിട്ട് ന്യായീകരിക്കാൻ പഠിച്ചവൻ തന്നെയാണ്. അഗർബത്തിയുടെ പരസ്യം പോലെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ന്യായീകരിക്കാൻ എല്ലാവർക്കും ഒരു കാരണം ഉണ്ടാകും. കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എന്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. എന്റെ യൂട്യൂബ് ചാനലുണ്ട് പബ്ലിക് സ്പീക്കർ ജസ്റ്റിൻ പുതുശ്ശേരി. അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.